പള്ളുരുത്തിയിൽ കൊലപാതക കേസ് പ്രതിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. ചോർ അച്ചു എന്ന ആളാണ് അറസ്റ്റിലായത്. കൊല്ലപ്പെട്ട ലാൽജുവുമായി അച്ചുവിന് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നാണ് വിവരം. ഫാജിസ് എന്നയാൾ ഇന്നലെ പിടിയിലായിരുന്നു. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഈ ചോർ അച്ചു എന്ന ആൾ എപ്പോഴാണ് പിടിയിലായത്? എവിടെ നിന്നാണ് പിടിയിലായത്? ഗോപിക, ഇന്ന് പുലർച്ചെയാണ് ഈ ചോറച്ചു എന്ന കേസിലെ രണ്ടാം പ്രതിയെ പോലീസ് പിടികൂടുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ കൊലപാതകം നടക്കുന്നത്. പള്ളുരുത്തി കച്ചേരിപ്പടിയിൽ വെച്ച് ഷാൽജുവിനുമായി ബന്ധപ്പെട്ട് ഇവർക്ക് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഒരു വാക്കുതർക്കത്തിൽ നിന്ന് കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. ഇതിലേതെങ്കിലും തരത്തിൽ മുൻനിശ്ചയിച്ച പ്രകാരമാണോ ഷാൽജു കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ്. നേരത്തെ ഒരു കൊലക്കേസിൽ 2021 ഒരു കൊലക്കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ട ഷാൽജു. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ജോജി എന്നയാൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ അയാൾ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നൊരു അന്വേഷണം പോലീസ് നടത്തുന്നു. ഇന്നലെ ഒന്നാം പ്രതിയായ ഫാജിസിനെ പോലീസ് അയാളുടെ വീട്ടിൽ നിന്ന് തന്നെ പിടികൂടിയിരുന്നു. ഈ സംഭവത്തിന് ശേഷം അയാൾ മറ്റൊരിടത്തേക്ക് പോകുന്നതിനിടയിലായിരുന്നു പിടികൂടിയത്. ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന അന്വേഷണത്തിലേക്ക് കടക്കുന്നു. ഇന്ന് സംഭവ സ്ഥലത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തും. അതോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട ഷാൽജുവിന്റെ മൃതദേഹം നിലവിൽ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഈ മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഗോപിക, പള്ളുരുത്തി കൊലപാതക കേസിൽ ഒരാൾ കൂടി ആയിരിക്കുകയാണ്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.